ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ബ്ലർ എഫക്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ബ്ലർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെയിന്റിങ്ങിൽ കാണുന്ന അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലറാക്കി പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ബ്ലർ ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡ് ബ്ലർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ബ്ലർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. ആക്രിലിക് പെയിൻറ് ഉപയോഗിച്ചുകൊണ്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ആ ചിത്രത്തിൽ വരുന്ന കളറുകൾ എല്ലാം തന്നെ ആ ക്യാൻവാസിലേക്ക് എത്തിക്കുക. അതിനെ കളേഴ്സ് ലോക്ക് ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ആ കളറുകൾ അതാത് സ്ഥാനത്ത് ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ട് കൂടി, സെക്കൻഡ് കോട്ട് അടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനെ മിക്സ് ചെയ്യാമെന്ന് പറയാം. ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കളറുകളെ പരസ്പരം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഈ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റ് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാ അഡ്ജസ്റ്റും നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും. എന്നാൽ നമ്മൾ ബ്ലറായിട്ടുള്ള ഒരു ചിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല, ബിക്കോസ് അത് ബ്ലർഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ചിത്രത്തിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള എഡ്ജുകളൊക്കെ അതിനോട് തൊട്ട് നിൽക്കുന്ന കളറുകൾ ഏതൊക്കെയാണോ ആ കളറുകളോട് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ അത്രയും ഈസിയാണ് ബ്ലർ ചെയ്തെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്. പരസ്പരം അടുത്ത് നിൽക്കുന്ന കളറുകളെ ചെറുതായി ആണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലർ എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ വളരെ കൂടുതലായിട്ട് അത് ബ്ലർ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബ്ലറായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാം, അതിൽ ബ്ലർ എന്ന് പറയുന്ന ഫിൽറ്റർ ഉണ്ട്. ഒരുപാട് തരത്തിൽ വെട്ട ബ്ലർ എഫക്റ്റുകൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽപ്പെട്ട ബ്ലറായിരിക്കും, പക്ഷേ അത് ഇതുപോലുള്ള ഒരു ബ്ലറായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലർ അതുപോലെ ഒരുപാട് തരത്തിൽപ്പെട്ട ബ്ലർ എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ എഫക്റ്റുകൾ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെയിൻറ്റിങ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, പെയിൻറ്റിങ്ങിനോട് താല്പര്യമുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടണും ബെൽ ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും ആ ബ്ലർ എഫക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ബ്ലർ എഫക്റ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള ചിത്രവും ബ്ലർ എഫക്റ്റ് കൊടുത്തിട്ടുള്ള ചിത്രവും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും വരാം. ഹരേ കൃഷ്ണ.